അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട വിശ്വാസികളെ, മനുഷ്യൻ്റെ പ്രവർത്തനവും വിശ്വാസവും ഒരു തോണിയിൽ തന്നെ ആയിരിക്കണം. അത് രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറുന്ന സമയത്ത് മനുഷ്യൻ പിഴച്ചു പോകും. അവൻ്റെ മനസ്സിലുള്ളത് നല്ല ചിന്തയും പ്രവർത്തനത്തിലുള്ളത് ചീത്തയാവുകയും, പ്രവർത്തനത്തിലുള്ളത് നല്ലതാവുകയും മനസ്സിലുള്ളത് ദുഷിഞ്ഞതാവുകയും ചെയ്യുമ്പോൾ അത് അവൻ്റെ ജീവിതത്തെയും അവൻ്റെ കൂടെയുള്ള ആളുടെ ജീവിതത്തെയും വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. ബഹുമാനപ്പെട്ട ഇമാമു ദാറുൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന മുവത്വ എന്ന് പറയുന്ന വലിയ ഗ്രന്ഥത്തിൻ്റെ രചയിതാവുമായിട്ടുള്ള ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരുത്തൻ എല്ലാവിധ കർമ്മശാസ്ത്രപരമായിട്ടുള്ള പ്രവർത്തനത്തെയും അറിവിനെയും സ്വായത്തമാക്കി, പക്ഷേ അവൻ ഹൃദയ സംസ്കരണ വിഷയത്തിൽ, അവൻ്റെ ശാരീരിക മാനസിക ശുദ്ധികലശത്തിൻ്റെ വിഷയത്തിൽ അവൻ അലംഭാവം കാണിച്ചാൽ അവൻ്റെ ഹൃദയത്തിന് അഹങ്കാരവും ലോകമാന്യവും പോലത്തെ വലിയ വിപത്തുകൾ സംഭവിക്കും. മൻ തഫഖഹ വലം യതസവ്വഖ് ഫഖദ് തഫസ്സഖ്. ഒരുത്തൻ ഫിഖ്ഹൊക്കെ നേടിയെടുത്തു, എല്ലാവിധ വൈജ്ഞാനിക മേഖലയും സ്വായത്തമാക്കി, പക്ഷേ അവൻ്റെ ഹൃദയത്തെ അവൻ നന്നാക്കിയില്ല. ഹൃദയത്തെ നന്നാക്കാതെ അവൻ എല്ലാവിധ പ്രവർത്തനത്തെയും കാഴ്ചവെച്ചു, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചു, നോമ്പ് നോറ്റു, എല്ലാ കാര്യവും ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ അവൻ അറിയാതെ റിയാ കിബർ പോലത്തെ മഹാരോഗങ്ങൾ, മഹാവിപത്തുകൾ ബാധിക്കും. അഹങ്കാരം സംഭവിച്ചാൽ അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പൊളിഞ്ഞുപോയി. ലോകമാന്യം സംഭവിച്ചാലും ഇപ്രകാരം തന്നെയാണ്. അള്ളാഹിൻ്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഇഖ്ലാസ് ഇല്ലാത്ത പ്രവർത്തനങ്ങളായിത്തീരും. അതുകൊണ്ട് ഒരുത്തൻ അറിവ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മനസ്സിനെ നന്നാക്കുന്ന തസവുഫും കൂടി പഠിക്കണം. ശാരീരികമായിട്ടുള്ള ശുദ്ധികലശം കൃത്യമായിട്ട് നടത്തണം, കൂട്ടത്തിൽ തന്നെ മാനസികമായ ശുദ്ധികലശവും നടത്തണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ തുടർന്ന് പറയുന്നത്, വമൻ തസവ്വഫ വലം യതഫഖഹു ഫഖദ് തസന്തഖ്. ഒരുത്തൻ എല്ലാവിധ തസ്കിയത്തും നടത്തി, ഔറാദുകൾ നടത്തി, അതിൽ മുഴുകി, പക്ഷേ ശരീഅത്തിൻ്റെ ശരിയായ വിധിവിലക്കുകൾ, അതിൻ്റെ നിയമവഴികളൊക്കെ മനസ്സിലാക്കാൻ അവൻക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവൻ ബിദ്അത്തിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അവനിൽ ഹറാമുകൾ സംഭവിച്ചു വരും. അവൻ തസവുഫിൻ്റെ എല്ലാവിധ മേഖലയും അവൻ സ്വായത്തമാക്കി, ഔറാദും അതുക്കാറുമൊക്കെ അവൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ നിയമവശങ്ങളോ നിയമത്തിൻ്റെ വിധിവിലക്കുകളോ അവൻക്കറിയില്ല. എന്താണ് ഹറാം, എന്താണ് ഹലാൽ എന്നൊന്നും അറിയാതെ ജീവിതത്തിൽ എന്തൊക്കെയോ അവൻ ചെയ്യുന്നുണ്ട്. അവൻ അള്ളാഹുവിന് വേണ്ടി എന്ന നിലക്ക് അതുക്കാറുകളും എല്ലാവിധ ഔറാദുകളും ചെയ്യുന്നുണ്ട്. എന്നാൽ ഫഖദ് തസന്തഖ്, അവൻ ബിദ്അത്തിലകപ്പെട്ടേക്കാം. എന്ന് വെച്ചാൽ ബിദ്അത്തിലകപ്പെട്ടേക്കാമെന്ന് വെച്ചാൽ അവനിൽ ഹറാമുകൾ അവൻ അറിയാതെ സംഭവിച്ചേക്കാം. ശരീഅത്തിനോട് വിരുദ്ധമാകുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവനിൽ നിന്ന് സംഭവിച്ചേക്കാം. ഇമാം മാലിക് തങ്ങൾ വീണ്ടും പറയുകയാണ്, വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. എന്നാൽ പ്രകടമായിട്ടുള്ള എല്ലാവിധ കർമ്മശാസ്ത്രപരമായിട്ടുള്ള പ്രവർത്തനത്തെയും, നിസ്കാരം, നോമ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ ഇബാദത്തുകളെയും ശാരീരികമായ പ്രവർത്തനങ്ങളെയും അവൻ കൃത്യമായിട്ട് നന്നാക്കി ചെയ്തു. അവൻ കർമ്മശാസ്ത്രം വളരെ കൃത്യമായിട്ട് പഠിച്ചു. കൂട്ടത്തിൽ തന്നെ അവൻ്റെ ആന്തരികമായിട്ടുള്ള ഹൃദയത്തെ നന്നാക്കാനുള്ള എല്ലാവിധ വിദ്യകളും അവൻ അഭ്യസിച്ചു. ദിക്റുകളും ഔറാദും അതിൻ്റെ കൂട്ടത്തിൽ ചെയ്തു. ഇത് രണ്ടും കൂടി സമ്മിശ്രമായിട്ട് അവൻ ചെയ്താൽ ഫഖദ് തഹഖഖ്, അവൻ ദീനിൻ്റെ ഹഖീഖത്തിലേക്ക് എത്തിപ്പെടും. എന്ന് വെച്ചാൽ അവന് ഈമാനിൻ്റെ പരിപൂർണത, കമാലിയത്തിനെ സ്വായത്തമാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് നന്നാക്കാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നോക്കിയാൽ ഇഖ്ലാസ് ഇല്ലാത്തവരായിത്തീരും. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നല്ലേ നമ്മൾ ഇബാദത്തൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇബാദത്തുകളിൽ നമ്മുടെ ഹക്കീക്കത്ത്, ഈമാനിൻ്റെ ഹക്കീക്കത്ത് എന്ന് പറയുന്ന റൂഹുൽ ഈമാൻ എന്ന് പറയുന്ന തസവുഫില്ലെങ്കിൽ നമ്മുടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം ചെയ്യുന്ന എല്ലാവിധ പ്രകടനങ്ങളും അത് വെറുതെ ആയി പോകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ തൻ്റെ ശിഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി ആയിത്തീരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൽമ് പഠിക്കണം. ഇൽമ് പഠിക്കലോട് കൂടിയിട്ട് തസവുഫിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും, അതുക്കാറുകളാകട്ടെ ഔറാദുകളാകട്ടെ, മനസ്സിനെ നന്നാക്കാൻ എന്തൊക്കെ വിദ്യകൾ വേണോ, എന്തൊക്കെ പ്രതിവിധികൾ വേണോ, എന്തൊക്കെ ചികിത്സകൾ വേണോ, അതും കൂടി കൊണ്ടു നടക്കുക.
എന്നാൽ ജീവിതത്തിൽ കിബർ പോലത്തെ, അഹങ്കാരം പോലത്തെ, ഐബത്ത് നമീമത്തിൻ്റെ ഗൗരവമൊക്കെ സമുദായത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന, ഈബത്ത് പറയുന്ന, നമീമത്ത് പറയുന്ന, അതൊക്കെ ഹലാലാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മനസ്സും കൂടി നന്നാക്കുമ്പോൾ അതിനൊക്കെ തടയിടാനും സ്വന്തമായിട്ട് നന്നായിക്കൊണ്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ ഈബത്ത് നമീമത്ത് പോലത്തെ നമ്മുടെ സൽക്കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന ഒരു കാര്യവുമില്ലാതെ കാണിച്ചു കൊടുക്കാനും നമ്മളിൽ മാർഗദർശനം മറ്റുള്ളവർക്ക് കിട്ടാനും നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.